എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ ഒരു രുചി എന്ന് പറയുന്നതാണ്. നമ്മളെന്നും വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ആഹാരം പാചകം ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ഞാനും ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഇതിൽ തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. നമ്മൾ വീട്ടമ്മമാരല്ലയോ, നമ്മൾ വീട്ടിൽ കെമിക്കലും അല്ലെങ്കിൽ മറ്റ് കളറുകളും ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാൻ യൂട്യൂബിലിടുന്നത്. അപ്പോൾ അറിയാവുന്നത് ഞാൻ ചെയ്യുന്നതല്ലാതെ വലിയ രീതിയിലുള്ള കുക്കിങ്ങൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇന്ന് നോൺ വെജ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് കുറച്ച് പനീർ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അത് ഒരു പനീർ ബട്ടർ മസാല തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് ഞാൻ വലിയ കുക്കോ കാര്യങ്ങളൊന്നും അല്ല. ഞാൻ വീട്ടിലെങ്ങനെ തയ്യാറാക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ യൂട്യൂബിൽ എല്ലാവർക്കും ഇടുന്നത്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു 250 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള അരച്ച് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, തക്കാളിക്ക പേസ്റ്റ്, കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയത്, ശകലം മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കസ്തൂരി മേത്തി, പനീർ ബട്ടർ മസാല തയ്യാറാക്കിയതാണ്. പിന്നെ ആവശ്യത്തിനുള്ള ബട്ടർ, കാശ്മീരി മുളക് പൊടിച്ചതാണ്, പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി പാൽ ചീൻചട്ടി വെക്കുക, ഓയിൽ ഒഴിക്കുക. നമ്മുടെ ഈ ഓയിലില്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കുന്നെങ്കിൽ ബട്ടർ ഒഴിച്ചിട്ട് നമുക്കിത് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള ബട്ടർ ഇടാം. നമുക്കിതിട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഒന്നും ഫ്രൈ ആകരുത്, ചെറിയ രീതിയിൽ. ഉള്ളി അരച്ചതാണ്, ഉള്ളി അരച്ച പേസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. നമുക്കൊരു ബ്രൗൺ കളർ, അതായത് ഈ നമ്മുടെ എണ്ണയും ഉള്ളിയായിട്ട് വിട്ട് നിൽക്കുന്ന ഒരു ഇതായിട്ട് വരുമ്പോൾ മാത്രമേ നമ്മുടെ തയ്യാറാവത്തുള്ളൂ. ഉള്ളി വഴറ്റില്ല. ഉള്ളി നല്ല ബ്രൗൺ കളറിൽ എണ്ണ അതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ ടൊമാറ്റോ പേസ്റ്റ് ആക്കിയത് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം നന്നായിട്ട്. നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ആക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശകലം മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൊടുത്ത് നല്ലപോലെ ഇവനെ ഇട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ യോജിപ്പിച്ച് നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ശകലം ചേർത്ത് കൊടുക്കും. നമുക്കിനി ബട്ടർ മസാലയും കൂടെ ചേർത്ത് കൊടുക്കും. മസാല ഒരു ശകലം കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ. നമുക്കിത് നന്നായി ചേർത്ത് വലിയ ചൂടുവെള്ളം ഒഴിച്ച് നമുക്കിത് ഗ്രേവി തയ്യാറാക്കാം. ബട്ടറിനകത്ത് നമ്മൾ ഫ്രൈ ലൈറ്റായിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന പനീറും കൂടെ നമുക്കിട്ട് ഈ ഗ്രേവിക്കകത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമോ ഒത്തിരി കസ്തൂരി മേത്തിയും കൂടി ഇട്ട് ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ.
നമുക്കിനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അണ്ടിപ്പരിപ്പ് ഒരു 50 ഗ്രാം ഉണ്ടായിരുന്നു, അത് പേസ്റ്റാക്കി അരച്ച് വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് ചെറിയ തീയിലങ്ങനെ കിടന്ന് വേവട്ടെ. നമ്മുടെ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശകലം മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഉപയോഗിക്കാം.